ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ 100 വർഷങ്ങൾക്ക് ശേഷം ആ ടൈറ്റൻസ് അവറ്റാണാണെങ്കിൽ ഇപ്പോൾ വലിയ വാൾമറിയ അത് തകർത്ത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അവറ്റകളുടെ വിശപ്പ് അത് പഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ 5-1 ജനസംഖ്യ ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും വാൾമറി ഉപേക്ഷിച്ച് ഇപ്പോൾ അവിടുന്ന് കടന്നുപോയി. വർഷം 850. കട്ട് ചെയ്ത ഇവിടെ കാട്ടില് നമ്മുടെ ആൾക്കാരെ കാണിക്കുകയാണ്. അവരെല്ലാവരും അവരുടെ രണ്ടാമത്തെ പരിശീലനത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർഷം 2. ഇവിടെ ആർമിനാണെങ്കിൽ അവന്റെ മുകളിലുള്ള ചുമട് അത് ചുമക്കാൻ കഴിയാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയായിരിക്കും മുൻപോട്ടേക്ക് നടക്കുക. അതുകൊണ്ട് കമാൻഡർ ആണെങ്കിൽ ഇപ്പൊ അവനോട്, എന്റെ ട്രെയിനർ ഓഫീസർ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. നിനക്ക് ഇതുപോലും ചുമക്കാനായിട്ട് കഴിയുന്നില്ലേ? ഇപ്പൊ ടൈറ്റൻസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വളരെ പെട്ടെന്ന് അവറ്റകൾ ഭക്ഷണമാക്കിയിട്ടുണ്ടാവുമായിരുന്നു. അത് കണ്ട ഉടനെ റെയ്നർ ആണെങ്കിൽ അവിടേക്ക് ചാടി വന്ന് അവന്റെ ആ ഒരു ചുമടല്ല അവന്റെ ചുമലിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ട് ട്രെയിനറിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നും. ഇവിടെ റെയ്നർ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പയ്യനോട് പറയും, നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇതിൽ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കേട്ട് ഇവിടെ ഒരു ഇൻസ്ട്രക്ടറുടെ ദേഷ്യം അത് കൂടി വരും. അതിനുശേഷം അവരുടെ ടീമിലുള്ള ഓരോരുത്തരായിട്ട് കാണിക്കും അവരുടെ പവറുകളും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും കാണിക്കും. എക്കാസ എന്നൊരു പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ചാടി വന്ന് ഒരു കമ്മോഡിറ്റി ആഞ്ഞു വെട്ടുകയാണ്. വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എക്കാഷ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഹീറോയും മറ്റൊരു പയ്യനും അവർ രണ്ടുപേരും കാര്യമായി ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ഹീറോയുടെ ഓപ്പോസിറ്റ് ഉള്ളവൻ ദൂരത്തായിട്ട് ആനിയെ ചൂണ്ടി കാണിച്ചു കൊടുക്കും. അവൾ വീണ്ടും ഇൻസ്ട്രക്ടറുടെ കണ്ണുകളുമായിട്ട് അങ്ങനെ എല്ലാവരെയും നോക്കി ഇറങ്ങിയിരിക്കുകയാണ്. ട്രെയിനർ ആണെങ്കിൽ ഒരാവശ്യമില്ലാതെ അവളെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവനാണെങ്കിൽ ഹീറോയെ അവളുടെ മുൻപിലേക്ക് തള്ളിവിടും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടത്തിനിടയിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പഞ്ചുകൊണ്ട് അങ്ങനെ അടിച്ചു വീഴും. അവളാണെങ്കിൽ ഇപ്പൊ എറിനെ നോക്കും. എറിനാണെങ്കിൽ അവളോട് പറയും, ഞാൻ ഫൈറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് അല്ല, എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അടുത്ത നിമിഷം അവർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഹീറോ അവനാണെങ്കിൽ വീണ്ടും കത്തിയെടുത്ത് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാടി എഴുന്നേൽക്കും. അവനാണെങ്കിൽ ഞൊട്ടിയടയിൽ ഇപ്പൊ റെയ്നറിനെ വീണ്ടും മലർത്തി അടിക്കും. അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇപ്പോ അവൻ ഇട്ടുകൊടുക്കും. ഹീറോ ആണെങ്കിൽ റെയ്നറിനോട് പറയും, ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. നമ്മുടെ പവർ എന്താണെന്നും സൈനികരുടെ ബലം എന്താണെന്നും നീ അവൾക്ക് കാണിച്ചു കൊടുക്കണം. അത് കേട്ട് അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷേ റെയ്നറിനെയും നമ്മുടെ ഹീറോയെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവളാണെങ്കിൽ അവനെയും തൂക്കിയെടുത്ത് നിലത്താഞ്ഞടിക്കും. ഹീറോ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവളോട് ചോദിക്കും, ഇത്രയും വലിയ മൂവ്മെന്റ്സ് ഒക്കെ നിന്നെ ആരാണ് പഠിപ്പിച്ചത്? അതിനവള് പറയും, ഇതെന്റെ പപ്പ പഠിപ്പിച്ചതാണ്. സത്യത്തിൽ എനിക്കിവിടെ ഒരുപാട് മടുപ്പ് തോന്നുകയാണ്. കാരണം ഇവിടെ എല്ലാവരും ഏറ്റവും ബെസ്റ്റ് സോൾജിയർ ആവാനായിട്ട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. ദ ബെസ്റ്റ് 10 സോൾജിയേഴ്സിനെ സേഫായ ടൈറ്റൻസ് വരാത്ത ആ ഒരു സ്ഥലത്തേക്ക് മാറ്റും. അതുകൊണ്ട് എന്ത് പ്രയോജനം? ശരിക്കും ഒരു വിരോധാഭാസമാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഒരു സെക്കൻഡ് മുൻപ് നടന്ന ഹീറോയായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കും. അത്രയും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് കടന്നു പോകും. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. കാരണം അവൻ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. സത്യത്തിൽ ഇവരെല്ലാവരും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുക്കുന്നത് പോരാട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനും ടൈറ്റൻസിൽ നിന്ന് രക്ഷപ്പെട്ട് സേഫായ സ്ഥലത്തേക്ക് പോകാനുമാണെന്ന് ഇപ്പോഴാണ് നമ്മുടെ ഹീറോ തിരിച്ചറിഞ്ഞത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ നൈറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം ഇപ്പോ ആ മഞ്ഞമുടി പെണ്ണിനോട് പറയും. അതിനുശേഷം അവിടെ ഓരോരുത്തരും വളരെ കാര്യമായിട്ട് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. ഈ ട്രെയിനിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത നമുക്ക് ആ ചുമരുകൾക്കുള്ളിൽ ഈസി ആയിട്ട് ഹാപ്പി ആയിട്ട് ടൈറ്റൻസിന്റെ കണ്ണിൽപ്പെടാൻ ജീവിക്കാം. ഉടനെ ഹീറോ ആണെങ്കിൽ ജിന്നിനോട് ചോദിക്കും, സത്യത്തിൽ ആ അകമതിലിനുള്ളിൽ ജീവിക്കാൻ ഇത്രയും നല്ലതാണോ? 5 വർഷങ്ങൾക്ക് മുൻപ് അത് വെറും ഒരു മതിലായിരുന്നു. അത് കേട്ട് ജിന്നാണെങ്കിൽ ഹീറോയെ തിരിഞ്ഞു നോക്കും. ജിന്നിനാണെങ്കിൽ ഹീറോ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അവൻ ആ കാര്യം ഇപ്പൊ ഹീറോയോട് ചോദിക്കും. അതിനവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്റെ പെട്ടത്തല കൊണ്ട് നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് കേട്ട് ജിന്നിന് ഒരുപാട് വിഷമം തോന്നുകയാണ്. എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് ഹീറോ ഇപ്പോ അവനെ കളിയാക്കിയത്. ഹീറോ ആണെങ്കിൽ തീർത്തു പറയും, ഇവിടെ നടക്കുന്നത് വലിയൊരു വിരോധാഭാസം തന്നെയാണ്. നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് പവർഫുൾ ആയിട്ട് മാറുന്നവർക്ക് ആ ടൈറ്റൻസിനെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് എന്ത് കാര്യം? എന്നെപ്പോലുള്ള എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും വിഡ്ഢികളാണെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ കൂടുതൽ അവനെ കളിയാക്കും. രണ്ടുപേരും ഇപ്പോൾ ഒരു തർക്കത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചുന്ദരി പെണ്ണാണെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അവിടെ ജെന്നാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ ഡ്രസ്സ് പിടിച്ച് വലിക്കുകയാണ്. അവനാണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പൊ അവന്റെ ദേഷ്യവും പവറും എന്താണെന്ന് മനസ്സിലാകും. ആനി ഹീറോയ്ക്ക് നേരെ ഉപയോഗിച്ച അതേ മൂവ്മെന്റ്സ് തന്നെ അവനിപ്പോ അവന് നേരെ ഉപയോഗിച്ച് അവനെ മലർത്തി അടിക്കും. പട്ടുകെട്ടി താഴെ വീണ ജിന്നാണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്താ ഈ ചെയ്യുന്നേ? അതിനെ ഹീറോ പറയും, നീ ട്രെയിനിങ് എന്ന പേരിൽ കറങ്ങി നടന്നപ്പോ ഞാൻ പഠിച്ച ചെറിയൊരു കാര്യമാണിത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത
ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഇപ്പൊ എല്ലാവരും ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ 218 പേര് ഇപ്പൊ ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഉള്ളത് 3 വഴികളാണ്. അതിലൊന്നാമത്തേത് ദർസൽ മതിലുകളുടെയും ജനങ്ങളുടെയും സംരക്ഷണ ചുമതല അവർക്കാണ്. രണ്ടാമത്തേത് സർവേ കോപ്സ് ടൈറ്റൻസും അതുപോലുള്ള ശത്രുക്കളുടെ അടുത്തേക്ക് പോയി അവരെ നിരീക്ഷിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. മൂന്നാമത്തേത് മിലിറ്ററി പോലീസ് ബ്രിഗേഡ് മതിലുകൾക്കുള്ളില് നിയമം നടപ്പാക്കാനും തെറ്റുകൾ കണ്ടെത്താനും അതിന് ശിക്ഷ കൊടുക്കാനും ക്രമസമാധാനം അത് മുൻപോട്ട് കൊണ്ടുപോകാനും മാത്രമാണ് ഈ ഒരു ടീം. സോ ഈ ടീമിൽ ഏറ്റവും മികച്ച 10 പേർക്ക് മാത്രമേ മതിലുകൾക്കുള്ളിലുള്ള ആ പോലീസ് ബ്രിഗേഡ് ടീമിൽ ചേരാനായിട്ട് കഴിയൂ. അതിനുശേഷം ടോപ്പ് 10ൽ വന്ന ആ 10 പേരെ പരിചയപ്പെടുത്തും. ക്രിസ്റ്റിയ, ടോണി, മാർക്കോ, ജിൻ, എനി, ഓഡ്രോൾ, റെയ്നർ, മിക്കാസ എന്നിങ്ങനെ 10 പേരാണ് ഇപ്പോൾ ആ ഒരു ടീമിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും അവരുടെ ലാസ്റ്റ് ഡേ സെറിമണി അത് ആഘോഷിക്കുകയാണ്. ഇവിടെ ഹീറോ മാത്രം ഒട്ടും ഹാപ്പിയല്ല. കാരണം അവനും ഇപ്പോൾ ആ പോലീസ് ഫോഴ്സിലെ ടോപ്പ് 10ൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവനത് ഒട്ടും ഇഷ്ടാവുന്നില്ല. കൊണ്ട് പറ്റില്ല. മതിലുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ആ ടൈറ്റൻസിന്റെ അടുത്തേക്ക് പോയി അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവറ്റകളെ ഇല്ലാതാക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തത്. റെയ്നർ ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും നമുക്ക് ആ ടൈറ്റൻസിനെ തോൽപ്പിക്കാനാവില്ല. ഇതിനോടകം 10,000 പേരാണ് ആ ടൈറ്റൻസിന്റെ കൈയാൽ കൊല്ലപ്പെട്ടത്. അത് കേട്ട് ഹീറോ പറയും, അതെ പറഞ്ഞത് ശരിക്കും സത്യം തന്നെയാണ്. അവർ വളരെ പവർഫുൾ ആണ്. നമുക്ക് അത്ര എളുപ്പത്തിൽ അവറ്റകൾ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. അവറ്റകളുടെ സൈസും ഒരുപാട് വലുത് തന്നെയാണ്. പക്ഷെ ഒരു കാരണവശാലും ഞാനിതിനെ അനുവദിക്കില്ല. ഇത്രയും പേര് അവരുടെ ജീവൻ ബലി കഴിച്ചതുപോലെ നമ്മളും ടൈറ്റൻസിന് നമ്മുടെ ജീവൻ ബലിയായി കൊടുക്കണോ? നമ്മളെ തന്നെ അവറ്റകൾക്ക് വിട്ടുകൊടുക്കണോ? ഞാനതിന് തയ്യാറല്ല. അവറ്റകളുമായിട്ട് പോരാടാൻ ഏത് എൻഡ് വരെ പോവാനും ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈറ്റൻസുകളെ എല്ലാം എന്റെ കൈകൊണ്ട് ഞാൻ കൊന്ന് ഈ മതിലുകളുടെ പുറത്തേക്ക് ഞാൻ പോവും. നമ്മുടെ ലോകത്തേക്ക് നമുക്ക് ജീവിക്കാനായി ഞാൻ കടന്നു പോകുന്നു പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവിടുന്ന് കടന്നു പോവാണ്. അത് കണ്ട് കുഞ്ഞമുടിയൻ അർമിനും ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും അവന്റെ പിന്നാലെ പോകും. അവരാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, സത്യത്തിൽ നിന്റെ സ്വപ്നം അത് തന്നെയാണോ? അതിന് ഹീറോ പറയും, അതെ, ഈ മതിലുകൾ തകർത്ത് ആ ടൈറ്റൻസിനെ കളെ തോൽപ്പിച്ച് അതിർവരമ്പുകളില്ലാത്ത ഈ ലോകത്ത് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എന്റെ സ്വപ്നം. മഞ്ഞമുടിയനാണെങ്കിൽ അതുകൊണ്ട് ഹീറോയോട് പറയും, അങ്ങനെയാണെങ്കിൽ നിന്നോടൊപ്പം ഞാനും ആ സോൾജേഴ്സിൽ ചേരാൻ തയ്യാറാണ്. അതിന് ചുന്ദരി പെണ്ണും തീർത്തു പറയും, നിങ്ങളോട് രണ്ടുപേരോടൊപ്പം ഞാനും ഉണ്ട്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് എന്റെ ആഗ്രഹം. ഹീറോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും, ഉള്ള പ്രൊട്ടക്ഷൻ എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവളാണെങ്കിൽ അതിൽ തറപ്പിച്ച് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ട്രെയിനറും കമാൻഡേഴ്സും എല്ലാവരും അവിടേക്ക് കടന്നു വരും. കണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷം. ആക്ച്വലി സർവേ കോപ്സിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമാൻഡറാണ് അദ്ദേഹം. അത്രയും പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അദ്ദേഹത്തെ തന്നെ നോക്കും. ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. വർഷങ്ങളായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ടൈറ്റൻസിന്റെ അറ്റാക്ക് അത് കുറഞ്ഞു എന്നൊക്കെ മറ്റൊരു ലേഡി പറയും. ഉടനെ ക്യാപ്റ്റൻ ഹാനസ് ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെയും ടീമിന്റെ അടുത്തേക്ക് വരും. ക്യാപ്റ്റൻ ഹാനസ് ഇപ്പോ നമ്മുടെ ഹീറോയോട് സോറി പറയും. ആൻഡ് സോറി, അന്ന് എനിക്ക് നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഹീറോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതൊന്നും സാരമില്ല. പക്ഷെ അന്നത്തതുപോലെ ഇനിയൊരു തെറ്റ് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ട്രെയിനിങ് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയത്. ഇനി ആരുടെയും ജീവൻ നഷ്ടപ്പെടാതെ ടൈറ്റൻസിനെയെല്ലാം ഞങ്ങൾ നേരിടും. അല്ല, ഞാൻ നേരിടും. അത് കേട്ട് ആട് ഞെട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ കോളിനോട് ചോദിക്കും, എന്തുപറ്റി, നീ ഇപ്പോ സർവേ കോപ്സ് ടീമിൽ ചേരാൻ തീരുമാനിച്ചോ? അതിനവൻ പറയും, ഇത് ഞാൻ തീരുമാനിച്ചെടുത്ത ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇതിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നെ പിന്നോട്ടില്ല. അതേസമയം തീറ്റഭ്രാന്തിയായിട്ടുള്ള യക്ഷ അവളാണെങ്കിൽ വലിയൊരു മീറ്റുമായിട്ട് അവിടേക്ക് വരും. ഹലോ ഗായ്സ്, നിങ്ങളിത് കണ്ടോ? നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഞാൻ നൈസായിട്ട് അടിച്ചു മാറ്റിയ ചിക്കൻ പീസാണിത്. ബ്രെഡിന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ഓരോ പീസ് കഴിക്കാമെന്ന് പറയും. എല്ലാവരും ഇപ്പൊ അത് കണ്ട് ഞെട്ടും. ഹീറോ ആണെങ്കിൽ അവളോട് അത് തിരികെ കൊടുക്കാനായിട്ട് പറയും. ഓൾറെഡി നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലാണ്, സോ ഇപ്പൊ നീ ഇത് ചെയ്യരുത്. അതിനവള് പറയും, നമ്മളെല്ലാവരും ഈ ട്രെയിനിങ് അത് പാസ്സായി കഴിഞ്ഞതല്ലേ, സോ തീർച്ചയായിട്ടും ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉറപ്പായാലും ആ ഒരു ടൈറ്റൻസിനെ എല്ലാം തോൽപ്പിച്ച് ഈ ഭൂമി നമ്മൾ തിരികെ പിടിക്കും. അതിനുശേഷം ഒരുപാട് പശുക്കളെയും മൃഗങ്ങളെയും കോഴികളെയും ഒക്കെ നമുക്ക് വളർത്താം. ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് മാറി. അവർക്കെല്ലാം ആ മീറ്റ് കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നും. നമുക്കെല്ലാവർക്കും നമ്മുടെ ജോലി അത് അവസാനിപ്പിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോകും. ഇവരുടെ മനസ്സിലാണെങ്കിൽ അപ്പോഴും ആ ടൈറ്റൻസിന്റെ ആക്രമണങ്ങൾ തന്നെയാണ്. 5 വർഷമായി അതെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാത്രം അതൊന്നും മാഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ്
അവനൊരു ദീർഘനിശ്വാസം ഇട്ട് നിൽക്കുന്ന അതേ നിമിഷം ഒരു ഇടിമിന്നൽ പോലത്തെ ശബ്ദം അതവൻ കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട് ഒരു സെക്കൻഡ് അവൻ നടുങ്ങിപ്പോവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭയന്ന് കുറച്ച് അവിടേക്ക് നോക്കും. അപ്പൊ അവർ കാണും കൊളോസിയൽ ടൈറ്റൻ. അടുത്ത നിമിഷം അത് ആ ഗേറ്റ് തല്ലി പൊളിക്കും. നമ്മുടെ ആൾക്കാർ കൺട്രോൾ പോയി താഴേക്ക് വീഴുമെങ്കിലും നമ്മുടെ ആൾക്കാരെല്ലാവരും അവരുടെ 3D മാനുവൽ ഉപയോഗിച്ച് ആ മതിൽ അങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. പക്ഷെ പരുക്ക് പറ്റിയ മാനുവൽ മാത്രം താഴേക്ക് പോകും. താഴ്ചയാണെങ്കിൽ ഞൊട്ടിയടയിൽ ഇപ്പൊ അവന്റെ കാല് ഷൂട്ട് ചെയ്ത് അവനെ ലോക്ക് ചെയ്യാണ്. നീ ഒരു കാരണവശാലും അനങ്ങാനായിട്ട് പാടില്ല, അവറ്റകൾ ഇത് നിന്നെ പിടിച്ച് തിന്നുമെന്ന് പറയും. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ പഴയ മെമ്മറീസ് അത് വീണ്ടും അവന്റെ മനസ്സിലേക്ക് വരികയാണ്. അതിനെ ഞാൻ വിടില്ല, 5 വർഷത്തെ എന്റെ പക ഇത് തീർക്കാനുള്ള സമയം ഇതാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ചാടിക്കറങ്ങി ആ ടൈറ്റന് മുൻപിൽ വന്ന് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.